ഹായ്, ഗോൾവാൾക്കറെ നിങ്ങൾക്കറിയാമോ? ഗോൾവാൾക്കർ ഉണ്ടാക്കിയ സംഘടനയാണ് VHP. VHPയുടെ മെയിൻ കൊണാണ്ടറായിട്ട് ബിജി തമ്പിയെ നമുക്കെല്ലാം സംവിധായകനാണെന്നും മറ്റുമൊക്കെയാണ് നമുക്കറിയാവുന്നത്. പക്ഷെ ഉള്ളിൽ അത്രയധികം ഭീകരവാദമുള്ള ഒരു ഭീകര ജീവിയായിട്ടാണ് എനിക്ക് ബിജി തമ്പിയെ മനസ്സിലായിട്ടുള്ളത്. എന്താണ് ഇപ്പൊ അയാളുടെ ഒരു ഭീകര കാര്യം എന്നല്ലേ? ജനം TV ഡിബേറ്റിൽ വെച്ച് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി വളരെ പരസ്യമായി ശബരിമലയിലെ വാവർ നട പൊളിച്ചു കളയണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. കാരണം വാവർ നട എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടതാണ്, നാളെ വഖഫ് സ്വത്തായി തീരുമെന്ന് പറയുന്ന അങ്ങേയറ്റം പ്രകോപനകരമായൊരു കാര്യമാണ് ഒരു ചാനൽ ഡിബേറ്റിൽ വെച്ച് വളരെ പരസ്യമായി ഉന്നയിക്കപ്പെടുന്നത്. പക്ഷെ അത് ഇത്ര നാളായിട്ടും നടപടിയൊന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല. ഒരു ചെറിയ സംശയം, ഇപ്പോ നമ്മുടെ PC ജോർജിന്റെ കേസൊക്കെ വന്ന സ്ഥിതിക്ക് അങ്ങേരും തലപൊക്കിക്കൊണ്ട് വരുന്നുണ്ട്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് ഒതുക്കി വരുമ്പോൾ അടുത്ത സൈഡിൽ നിന്ന് തലപൊക്കിക്കൊണ്ട് നമ്മൾ എന്താക്കാനാ? ഏതായാലും വിജി തമ്പിക്ക് ഒരു വാണിംഗ് കൊടുക്കണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിജി തമ്പി ഇതൊക്കെ പറയുമ്പോൾ എന്താണ് ഉദ്ദേശം? എന്താണ് ഗോൾവാൾക്കറുടെ വിചാരധാര? മുസ്ലിംസിനെയും ക്രിസ്ത്യൻസിനെയും കമ്മ്യൂണിസ്റ്റുകാരുമാണ് അവരുടെ ശത്രുക്കളെന്നോ അവരിവിടുന്ന് പായിക്കണമെന്ന് ഹിന്ദു രാജ്യം സ്ഥാപിക്കണമെന്നാ പറയണം. അല്ല സേണായി, നിങ്ങൾക്ക് ഹിന്ദു രാജ്യം സ്ഥാപിക്കണോ? നിങ്ങളെ മോനും മരുമോളും മരുമക്കളും കൂട്ടുകുടുംബവും എല്ലാരും അബുദാബി പോയി കിടക്കണേ എന്തിനാ? അതെന്തിനാ അവിടെ പോയി കിടക്കണേ? ഇവിടെ ഒന്നും സ്ഥലം ഇല്ലാത്തതുകൊണ്ടാണോ? അതോ ഇവിടെ ഹിന്ദുക്കൾ മാത്രം നിൽക്കട്ടെ, നിങ്ങൾ എല്ലാവരും കൂടെ ചെന്ന് അവിടെ തന്നെ താമസിക്കാന്നാണോ? എന്താ പ്ലാൻ എന്തുവാ? ഏതായാലും പ്രവീൺ രവി വിഷയത്തിൽ ഞാൻ നിങ്ങളോട് ഒരു റിക്വസ്റ്റ് പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് ആ റിക്വസ്റ്റ് പറഞ്ഞതെന്നും കൂടെ പറയാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ദയവ് ചെയ്ത് നിങ്ങളത് മനസ്സിലാക്കുക. പ്രവീൺ രവി വർക്ക് ചെയ്യുന്ന സ്ഥലം അത് ഒരു HR ഡിപ്പാർട്ട്മെന്റ് ആണെന്നാണ് ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. HR ഡിപ്പാർട്ട്മെന്റിൽ ഒരു സംഖ്യ കയറി ഇരുന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദുബായിലായാലും അബുദാബിയിലായാലും ഏത് ഇസ്ലാമിക രാജ്യത്തായാലും അവരുടെ മിലിറ്ററി ഏരിയകളിലേക്ക് ഇവര് ഹയർ ചെയ്ത് അയച്ചു കൊടുക്കും. അങ്ങനെ ഒരു സംഭവം ഇപ്പൊ നടന്നിട്ടുണ്ട്. VHP പോലുള്ള ഒരു ഭീകര സംഘടന ഒരു കാരണവശാലും മുസ്ലിങ്ങൾക്ക് അക്സെപ്റ്റൻസ് തരാത്ത അല്ലെങ്കിൽ അവരെ അംഗീകരിക്കാത്ത ഒരു വൃത്തികെട്ട സംഘടന, അതിന്റെ മെയിൻ കൊണാണ്ടറുടെ മരുമകൻ പിള്ള വർക്ക് ചെയ്യുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലായില്ലേ? അതാണ് അബുദാബിയിലെ എഡ്ജ് ഗ്രൂപ്പ്. എങ്ങനെയുണ്ട്? എഡ്ജ് ഗ്രൂപ്പ് മിലിറ്ററി എക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയാണ്. അവിടെ വർക്ക് ചെയ്യുകയാണ് മിസ്റ്റർ, ഈ ഫോട്ടോയിൽ കാണുന്ന ആളാണ് അരുൺ ജഗദീഷ്. ആരാണ് അരുൺ ജഗദീഷ്? എഡ്ജ് ഗ്രൂപ്പില് അബുദാബി ഗവൺമെന്റിന്റെ മിലിറ്ററി എക്വിപ്മെന്റ് മാനുഫാക്ചറിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനീയർ ആണ്. ഇയാളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എടുത്തു. ആ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഏകദേശം ഹിഡൻ ആണ്. അതിന്റെ റീസൺ അത്രയും സെക്യൂരിറ്റി ഉള്ളതാണ്. മിലിറ്ററി ഏരിയയിലേക്കും അങ്ങനെയാണ്. ശരിയാണ്, ഞാനും പോയിട്ടുണ്ട് അബുദാബിയിൽ ഈ മിലിറ്ററി ക്യാമ്പിൽ. എനിക്കും സൈനേജ് വർക്ക് ഒക്കെ അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഹെവി ചെക്കപ്പ് ആണ്. നമുക്ക് പോലും എന്ന് പറയുമ്പോൾ ഇസ്ലാമിയരെ അവർ ട്രസ്റ്റ് ചെയ്യണ്ടേ? അവർ ഇസ്ലാമിയരെ പോലും ട്രസ്റ്റ് ചെയ്യാറില്ല. ഹെവി ചെക്കപ്പ് ഒക്കെ നടത്തിയാണ് അകത്തേക്ക് പോകുന്നത്. അതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതിനകത്ത്. അത് ആ ഒരു ഏരിയ തന്നെ സെക്യൂർഡ് ആണ്. അങ്ങനെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അബുദാബി ഗവൺമെന്റിലെ ഏതെങ്കിലും ഒഫീഷ്യൽസ് എന്നെ കാണുന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് സേഫ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇത്രയും വലിയൊരു ഭീകര സംഘടനയുടെ മെയിൻ തലപ്പത്തിരിക്കുന്ന മെയിൻ കൊണാണ്ടറായ വിജി തമ്പിയുടെ മരുമകനെയാണ് നിങ്ങൾ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഇതിപ്പം വിജി തമ്പിയുടെ മരുമകനെ കൊണ്ടുവന്ന് കാണിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ എന്നെ തല്ലാനെന്ന് പറയേണ്ട അവരെ ജോലി പോക്കിക്കാനുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പക്ഷേ ഇതേപോലെ കുറെ വാനര ജന്മങ്ങൾ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടെ അത്യാവശ്യം ക്രയവിക്രയങ്ങൾ നടത്തുന്നുണ്ട്. ഇപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് ഇവിടുത്തെ ക്രയവിക്രയങ്ങൾ നടത്തുന്ന വൃത്തികെട്ട ജന്തുക്കൾക്ക് ഇതാണ് ഒരു മറുപടി എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. മലം TVക്കും ഉണ്ട് ഒരു ബിസിനസ് ചരിത്രം അവിടെ. വരും ദിവസങ്ങളിൽ ഞാൻ അത് വെളിയിൽ വിടുന്നതായിരിക്കും. തൽക്കാലം എത്രയേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഈ പറയുന്ന രീതിയിൽ നമ്മളെ ചതിച്ചുകൊണ്ട്, നമ്മളെ പറ്റിച്ചുകൊണ്ട്, നമ്മളെ മോശപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം ജീവിക്കുന്നത്, അവരുടെ ഏണിംഗ്, അവരുടെ ഇൻകം സോഴ്സ് എന്ന് പറയുന്നത് മുസ്ലിം രാജ്യങ്ങളാണ്. നമുക്ക് മതമില്ല, നമുക്ക് മതേതരത്വമാണ്, നമ്മൾ മുൻപോട്ട് വയ്ക്കുന്ന മതേതരത്വമാണ്. ഇവിടെ നമുക്കൊരു കമന്റ് ഇടാൻ പേടിയാണ്. നമ്മുടെ മനുഷ്യർ അത്രയും ഭയപ്പെടുന്നുണ്ട്. ഒരു വോയിസ് ചോദിച്ചാൽ തരത്തില്ല, അത്രയും പേടിയാണ്. ഫേസ്ബുക്കിൽ എവിടെയെങ്കിലും ഒരു കമന്റ് ഇടാൻ പേടിയാണ്. പക്ഷെ നിങ്ങളുടെയൊക്കെ പേരിൽ ഫേക്ക് ഐഡികൾ ഉണ്ടാക്കി അവർ ഇഷ്ടം പോലെ കമന്റ് ഇട്ട് കളിക്കുന്നുണ്ട്. ഒരു വിഭാഗം ജനതയെ അപരവൽക്കരിക്കുകയും ഒറ്റപ്പെടുത്തുകയും അവരെ കൊല്ലാൻ കൂട്ടുനിൽക്കുകയും അവരെ നശിപ്പിക്കണമെന്ന ചിന്തയിൽ നടക്കുകയും ചെയ്യുന്ന ഇവറ്റകൾക്ക് അടക്കളം കൊടുത്തിരിക്കുന്നത് മലയാളികളായ മുസ്ലിംസ് തന്നെയാണ്. വളരെ നല്ല കാര്യമാണ് കേട്ടോ. VHP എന്താ ചെയ്തതെന്നും കൂടെ പറഞ്ഞെന്നാൽ ഏകദേശം നിങ്ങൾക്ക് കാര്യം പിടികിട്ടും. വാവർ സ്വാമിയെ പറ്റിയ ചിന്ത, നമുക്ക് വാവർ സ്വാമി ഒരു വലിയ കാര്യമൊന്നുമില്ല. ഇവിടുത്തെ മുസ്ലിംസിന് അത് വലിയ കാര്യമൊന്നുമില്ല. അയോധ്യയിൽ നടന്നതുപോലുള്ള ഒരു യുദ്ധം നടത്താനായിട്ട് വാവർ സ്വാമിയുടെ പള്ളി പൊളിക്കാൻ വേണ്ടി യുവമാരെല്ലാവരും കൂടെ കെട്ടിക്കേറി ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു.
പക്ഷെ ഇവിടെയുള്ള മുസ്ലിംസ് വളരെ കാര്യത്തോടെ പറഞ്ഞു അത് പൊളിച്ചോണ്ട് പോ ഭണ്ഡാരം, ഞങ്ങൾക്ക് സിയാറത്ത് ഇഷ്ടമില്ല, അങ്ങനെ ചെയ്യുന്നത് തെറ്റാന്നാ പറഞ്ഞു. അതെവര് പ്രതീക്ഷിച്ചില്ല. അപ്പുണ്ട് ശരി എന്നാ വാവർ സ്വാമിക്ക് പകരം വേറെന്തോരോ സ്വാമി അവിടെ പ്രതിഷ്ഠിച്ചു, അതും കുഴപ്പമില്ലെന്നായി. പക്ഷെ ഇങ്ങേർക്ക് പ്രത്യേകിച്ച് വിജി തമ്പിക്ക് ഇത് പൊളിച്ചേ മതിയാവുള്ളൂ. അങ്ങനെ പൊളിച്ചാൽ എന്തായാലും ഇസ്ലാമികളായിട്ടുള്ളവരുടെ മനസ്സിൽ വികാരവ്രണക്കുരു പൊട്ടും. അവർക്ക് ഇവിടെയുള്ളവർക്ക് പൊട്ടിയില്ലെങ്കിലും അങ്ങ് നോർത്ത് സൈഡിൽ പൊട്ടും. ഒരു കലാപം പുറപ്പെടുവിക്കും. ഇവിടുന്ന് രണ്ടുപേരടിക്കും, അവിടുന്ന് രണ്ടുപേരടിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും. അത്യാവശ്യം ഗുജറാത്തിൽ നടന്ന കണക്ക് കൊള്ള നടത്താൻ പറ്റും. അവിടെ പെണ്ണുങ്ങളെ റേപ്പ് മാത്രമല്ല ചെയ്തത്, അവരുടെ വീടുകളിൽ നിന്നുള്ള സ്വർണങ്ങളും പൈസയും ഒക്കെ അടിച്ചു മാറ്റിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ ഒരു കൊള്ള കേരളത്തിൽ നടക്കുകയാണെങ്കിൽ മിക്കവാറും നോർത്ത് സൈഡിലുള്ളവരൊക്കെ നല്ല സൂപ്പർ റിച്ച് ആകാനുള്ള സംഗതി ഇവിടെ ഉണ്ട് എന്നുള്ളത് വസ്തുത. കേരളമാണ് അവരുടെ ടാർഗറ്റ്. അതാണ് ട്രെയിനിന്റെ മുമ്പിൽ പോസ്റ്റും പല കാര്യങ്ങളും നമ്മൾ കാണുന്നത്. ഞാൻ അറിയാത്തോണ്ട് ചോദിക്കുന്നതാണ്, ഇതിനേക്കാൾ ഏബിളായ കുട്ടികൾ നമുക്കിടയിലില്ലേ? നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചിറങ്ങിയിട്ട് ജോലിയും കൂലി ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. ഇവന്മാർക്കൊക്കെ ഈ ഹൈ പൊസിഷൻ എങ്ങനെ കിട്ടുന്നു? അവിടെയാണ് പ്രവീൺ രവിയെ പോലുള്ളവർ സ്കോർ ചെയ്യുന്നത്, നമ്മൾ തോറ്റു നിൽക്കുന്നത്. ഇത്രയധികം കാര്യമായിട്ട് പറഞ്ഞിട്ട് പോലും ഒരു ചെറുവിരൽ അനക്കാത്ത നിങ്ങളോട് ഇത് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവോ ഇല്ലെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എന്റെ ഉത്തരവാദിത്തം ഞാൻ നിറവേറ്റുന്നു. അബുദാബിയിലെ മിലിറ്ററി സെക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഇയാൾ ഒരു കാരണവശാലും അവരുടെ മിലിറ്ററിക്ക് സേഫ് ആയിട്ടുള്ള ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചോളൂ, കുഴപ്പമൊന്നുമില്ല. കാരണം ഇയാളുടെ അമ്മാസന്റെ ആ ബന്ധമാണെന്ന്. അമ്മാസന്റെ ബന്ധം മാത്രമല്ല, അല്ലാതെ ഒരു ബന്ധമുണ്ട്. അത് വരും ദിവസങ്ങളിൽ ഞാൻ റിവീൽ ചെയ്യാം. നോക്കട്ടെ ഇതിൽ നിങ്ങൾ എന്ത് നടപടിയാണ് എടുക്കാൻ പോകുന്നതെന്ന്. ഇത്തരക്കാരെ ശരിക്ക് പറഞ്ഞാൽ നമ്മൾ നീക്കി നിർത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അല്ലെങ്കിൽ അമ്മാസനോട് പറയാലോ, അന്നം തരുന്ന നാടാണ്, അവിടുത്തെ മനുഷ്യരൊക്കെ നമ്മളെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ കൂട്ടത്തിൽ തന്നെ നമ്മളെക്കാൾ വിദ്യാഭ്യാസമുള്ളവരുണ്ട്. പക്ഷെ അവരെയൊക്കെ നീക്കി നിർത്തിക്കൊണ്ട് എനിക്ക് ഈ പ്രിവിലേജും ഇത്രയധികം സാലറിയും ഇതേപോലെ എല്ലാ ഇതും ഫെസിലിറ്റീസും അറേഞ്ച് ചെയ്ത് തന്നിട്ടും നമ്മൾ അവരെ ദ്രോഹിക്കാൻ പാടില്ല എന്നൊന്ന് പറയാനുള്ള മാനസിക വലിപ്പമായവൻ കാണിക്കാത്തടുത്ത് അവനിക്ക് ഇത്തിരി പണി കൊടുക്കണ്ടേ? എനിക്കറിയില്ല ഇത് പണി കൊടുക്കലാണോ വാങ്ങിക്കലാണോ എന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കറിഞ്ഞ ഇൻഫർമേഷൻ ഞാൻ ഇവിടെ പ്രസ് ചെയ്ത് വെക്കുന്നു. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ എഡ്ജ് എന്ന് പറയുന്ന കമ്പനിയുടെ സൈറ്റ് കയറി ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുള്ളിയുടെ ഡീറ്റെയിൽ ഇൻഫർമേഷൻ വരും. തീർച്ചയായിട്ടും സംഗി തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഇനി ഇവൻ സംഗി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് ഇടാനും ഇത് ഡിലീറ്റ് ചെയ്യാനും എന്റെ ഇൻബോക്സിൽ വന്നിട്ടുണ്ടെങ്കിൽ അടി വാങ്ങിക്കും. വീട് തേടി വന്ന് ഞാൻ തല്ലി തരും. അതിനകത്തൊരു തർക്കവും ഇല്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ പ്രവീൺ രവിയുടെ ഇട്ടപ്പോഴും എന്നോട് വന്നിട്ട് പറഞ്ഞു അവൻ സംഖ്യയല്ല, അവൻ അവിടെ വർക്ക് ചെയ്യുന്നവൻ, അവൻ പാവാന്നാ പറഞ്ഞു. അവസാനം അവൻ തന്നെ വന്ന് റിവീൽ ചെയ്തു അവൻ വലിയ സംഖ്യയാണെന്ന്. ഇത് അതിനേക്കാൾ വലിയ തീട്ട സംഖ്യയാണ് എന്നുള്ളത് വസ്തുത. VHP എന്ന് പറയുന്നത് എന്താണ് എന്ന് ഒന്നും കൂടെ വ്യക്തമാക്കിയിട്ട് ഇതങ്ങ് അവസാനിപ്പിക്കാം. അതായത് ഗോൾവാൾക്കറാണ് അതിന്റെ ഉപജ്ഞാതാവ്, അല്ലെ അതുണ്ടാക്കിയ സംഘടന ഉണ്ടാക്കിയത്. ആ സംഘടന തന്നെയാണ് പള്ളി പൊളിക്കാൻ വേണ്ടി ആഹ്വാനം കൊടുക്കുന്നതും പള്ളി പൊളിക്കാൻ മുൻകൈ എടുക്കുന്നതും. എന്തിന് പള്ളി പൊളിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പള്ളി പൊളിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിങ്ങളുടെ വ്രണം പൊട്ടും. അവർ തീർച്ചയായിട്ടും പ്രതികരിക്കും. പ്രതികരണം ഉണ്ടാകുമ്പോൾ അവർ രാജ്യദ്രോഹികളാണെന്നും രാജ്യത്തിന് അവർ ശത്രുക്കളാണെന്നും ലോകത്തിന് അവർ സമാധാനക്കേടാണ് കൊണ്ടുവരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് അവരെ ഈ നാട്ടിൽ നിന്ന് പായിക്കാൻ സാധിക്കും. അങ്ങനെ പായിക്കുമ്പോൾ അവരുടെ സ്വത്തുവകകൾ എനിമി പ്രോപ്പർട്ടി എന്ന രീതിയിൽ ഇവർക്ക് വിഴുങ്ങാം. ആ ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രം അവർ കാണിക്കുന്ന വൃത്തികേടിന് നിങ്ങൾ കൂടെ ചൂട്ടുപിടിച്ചു കൊടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭിക്ഷയെടുക്കുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കടക്കണിയിൽപ്പെട്ട് അച്ഛനെയും അമ്മയും കൊല്ലുന്നൊരവസ്ഥയിൽ എത്തുമ്പോഴും ഇവന്മാരുടെ കുട്ടികൾക്ക് സേഫ് ആയിട്ട് നമ്മളുടെ കുഞ്ഞുങ്ങൾ ഇരിക്കാൻ പറ്റാത്ത അത്രയും വലിയ പൊസിഷനിൽ അവന്മാരെ കൊണ്ടുവന്നിരുത്തുന്നു. ഏബിളായ എലഗന്റ് ആയ കുട്ടികൾ ഇവിടെ ഒരു ജോലിയില്ലാതെ തേരാപാര തെണ്ടുന്നു. എന്താണ് വിരോധാഭാസമല്ലേ? അപ്പോൾ ഇതിന് കാരണക്കാരായിരിക്കുന്നത് HR ഡിപ്പാർട്ട്മെന്റിൽ ഇരിക്കുന്ന സംഘികളാണെന്ന് രത്നചുരുക്കം. വിജി തമ്പിക്ക് എങ്ങനെയെങ്കിലും ഈ പള്ളി ഒന്ന് പൊളിക്കണം, എന്നിട്ട് അത് വെച്ചിട്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കണം, ഈ നാട്ടിൽ ഇല്ലാത്ത കലാപം ഉണ്ടാക്കണം എന്നുള്ളതാണ് പ്ലാൻ. ആ പ്ലാനിന് ഞാൻ എന്തായാലും എതിരാണ്. മാത്രവുമല്ല, ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു മലം ടിവിയോട് മുസ്ലിങ്ങളെ വെച്ചിട്ട് ഇസ്ലാമിയരെ അവഹേളിക്കുന്നത് നിർത്തലാക്കാൻ. പറഞ്ഞാൽ അനുസരിക്കാതെ വീണ്ടും ചെയ്യുകയാണെങ്കിൽ ഇനിയും അവിടെ ഇതുപോലെ ബിസിനസ് ചെയ്ത് നിൽക്കുന്ന പല വിദ്വാൻമാരെയും എനിക്കറിയാം, അവരുടെയൊക്കെ സോഴ്സും അറിയാം. ഫുൾ ഡീറ്റെയിൽസ് എന്റെ കയ്യിലുണ്ട്. ഞാൻ ഒന്നൊന്നായിട്ട് പുറത്തു വിടും. കച്ചവടം ഞാൻ പൂട്ടിക്കും. മാത്രവുമല്ല, നിങ്ങളുടെ ഫണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം സോഴ്സ് കൃത്യമായി എനിക്കറിയാം അത് എവിടെ നിന്നാണെന്ന്. അത് കംപ്ലീറ്റ് ഞാൻ റിവീൽ ചെയ്യുക മാത്രമല്ല, നിങ്ങൾക്ക് ഈ BJPയുമായിട്ട് ഈ RSS ഈ VHP പോലുള്ള തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധവും ഞാൻ പബ്ലിക് ആക്കും വിത്ത് എവിഡൻസ്. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്. ഇനിയും ഉണ്ട് അവസരം. മലം TV നമ്പ്യാരോടുകൂടിയാണ്.
താൻ ഇവറ്റകളെ വെച്ചുള്ള ഈ ചാനൽ നടത്തിപ്പ് നിർത്തിയില്ലാച്ചാൽ തന്റെ ഈ ചാനൽ തന്നെ പൂട്ടിപ്പോണ അവസ്ഥയിലേക്ക് ഞാൻ കൊണ്ടു നിർത്തും. ചെക്കാണ്, ചലഞ്ചാണ്. വെറുതെ വായ്ത്താളം അടിക്കുന്ന സ്ത്രീ അല്ലെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. മുസ്ലിംസിനോടാണ്. താല്പര്യമുണ്ടെങ്കിൽ എടുക്കുക. നിങ്ങളുടെ മതേതരത്തെ നീണാൽ വാഴട്ടെ. അവസാനം പെട്ടിയും പൊടുക്കുകയും കുടുക്കുകയും പറക്കി എടുത്തോണ്ട് പോകുമ്പോ പെണ്ണുമ്പുളയെ അവന്മാര് റേപ്പ് ചെയ്തിട്ടിട്ടുണ്ടാവും. അതും കൂടെ മനസ്സിലാക്കിക്കോ. ഒരു കലാപം അങ്ങനെ നന്നായിട്ട് മണക്കുന്നുണ്ട് നമുക്ക് ചുറ്റും. ഇവിടുത്തെ കുട്ടികൾ കഞ്ചാവോ അടിച്ച് ഇതേപോലെ കിറങ്ങി നടക്കട്ടെ. അവരുടെ കുഞ്ഞുങ്ങൾ നല്ല സക്സസ് ആയി അവിടെ പോയി സെറ്റിൽ ആകട്ടെ. നിങ്ങൾക്ക് നല്ലത് മാത്രം വരട്ടെ. എനിക്കൊന്നും പറയാനില്ല. വല്ലാത്ത ദേഷ്യം കൊണ്ട് എന്തൊക്കെയോ പറയുകയാണ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ ഇൻഫോർമേഷൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഉണ്ടാവും. മരുമകൻ മാത്രമേ ഇപ്പൊ വന്നിട്ടുള്ളൂ, വിജി എണ്ണ. മോനും വരുന്നുണ്ട് കേട്ടോ. താങ്ക് യു.